നിൻ്റെ ദാസരിൽ നീ മഹത്വപ്പെടുത്തണമേ. നിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവേ, നീ ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരിക്കും എന്ന നിൻ്റെ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളുടെ വിചാരവികാരങ്ങൾ പോലും നിനക്കിഷ്ടമുള്ളതാക്കി മാറ്റാൻ ബലഹീനരായ ഞങ്ങളെ സഹായിക്കണേ. കർത്താവായ ദൈവമേ, നിനക്കിഷ്ടമില്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും നീ എടുത്തു മാറ്റണമേ. കർത്താവായ ദൈവമേ, നിനക്കിഷ്ടമില്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും നീ എടുത്തു മാറ്റണമേ. എൻ്റെ അഹങ്കാരം, ദുരഭിമാനം, സ്വാർത്ഥ ചിന്തകൾ, ജഡികാസക്തികൾ, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ബന്ധനങ്ങൾ, നിനക്കിഷ്ടമില്ലാത്ത സൗഹൃദങ്ങൾ, കർത്താവേ, നിനക്കിഷ്ടമില്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ എടുത്തു മാറ്റണമേ. എൻ്റെ ദൈവമേ, നിനക്കിഷ്ടമുള്ളതെല്ലാം എനിക്ക് നൽകി നീ എന്നെ അനുഗ്രഹിക്കണേ. എൻ്റെ യജമാനനായ കർത്താവേ, എൻ്റെ യജമാനനായ കർത്താവേ, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആത്മശരീരങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിൻ്റെ സ്തുതിക്കും മഹത്വത്തിനും മാത്രമുള്ളതായിരിക്കട്ടെ. എൻ്റെ യജമാനനായ കർത്താവേ, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആത്മശരീരങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങയുടെ സ്തുതിക്കും മഹത്വത്തിനും മാത്രമുള്ളതായിരിക്കട്ടെ. പിതാവേ, നിൻ്റെ പുത്രൻ്റെ നാമത്തിൽ യാചിക്കുന്നു. ദയോടെ കേട്ട് ഉത്തരമരുളി അടിയങ്ങളെ അനുഗ്രഹിക്കണേ. ആമേൻ. യേശു കർത്താവിലും അവിടുത്തെ വത്സല മാതാവിലും സകല പരിശുദ്ധന്മാരിലും ശുദ്ധമതികളിലും എൻ്റെ സ്നേഹമുള്ളവരെ, വളരെയേറെ സന്തോഷമുണ്ട്. മനോഹരമായ ഈ ദേവാലയത്തിൽ കർത്താവിനോട് ഏറെ ചേർന്നിരിക്കുന്ന നിങ്ങളോട് തമ്പുരാൻ്റെ വചനം പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വന്ന സമയം മുതൽ സംഘാടകരായ മക്കളും ബഹുമാനപ്പെട്ട ബാബു അച്ഛനും ബിജു അച്ഛനും ഒക്കെ എന്നോട് പറഞ്ഞ് 2-3 വർഷമായി വളരെ മനോഹരമായി നടത്തപ്പെടുന്ന ഒരു കൺവെൻഷനാണിത്. പ്രഗത്ഭരായ ഒട്ടേറെ വൈദികർ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ദൈവാനുഭവം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായും ദൈവം നൽകിയ ഒരു വിളിയാണ് ഏറെ ദൂരത്തുള്ള ഈ നാട്ടിൽ വന്ന് ജീവിക്കാനുള്ളത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. പ്രാരംഭ പ്രാർത്ഥന നടത്തിയ മോൻ കൂടെ പറയണത് ഞാൻ കേട്ട്, ഒരു കൊച്ചു സംസ്ഥാനത്തുനിന്ന് പൊക്കി ഇത്ര വിശാലമായൊരു ലോകത്ത് ജീവിക്കാൻ ദൈവം തന്ന കൃപയെ ഓർത്ത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഈ മഹാപ്രവാഹത്തിൽ, തിരക്ക് പിടിച്ച ഈ ജീവിതക്രമത്തിൽ കർത്താവിൻ്റെ അങ്കണത്തിലേക്ക് ലഭിക്കുന്ന ഈ ക്ഷണമുണ്ടല്ലോ, അതിനെ വളരെ ഗൗരവത്തോടെ നിങ്ങൾ നോക്കിക്കാണണമെന്ന്
ഓർമ്മപ്പെടുത്താൻ അച്ഛൻ ആഗ്രഹമുണ്ട്. എല്ലാവർക്കും കിട്ടുന്ന ഒരു വിളിയല്ല അത്. എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല അത്. വിളിക്കപ്പെട്ടവർ ഏറെ ഉണ്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. സുഖവും സന്തോഷവും സമൃദ്ധമായിട്ടുള്ളപ്പോഴും ദൈവത്തെ ധ്യാനിക്കുക, ദൈവവിചാരത്തിൽ കഴിയുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ലെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. അതൊരു പ്രത്യേക വിളിയാണ്. അതെല്ലാവർക്കും ഇല്ല. ഞാനൊരു വികാരിയച്ഛനാണ്. എനിക്ക് തോന്നണില്ല എന്നെപ്പോലെ കുടുംബവും കളഞ്ഞ് ഈ പരിപാടിക്ക് തെണ്ടിപ്പറക്കി നടക്കുന്ന അച്ഛന്മാർ കാര്യമായിട്ടുണ്ടെന്ന്. ഞാനൊരു വികാരിയച്ഛനാണ്. 350 വീടുണ്ട് എനിക്ക്. എല്ലാത്തിനോടും ഞായറാഴ്ച കാണാം എന്ന് പറഞ്ഞ് ഇന്നലെ മുങ്ങിയതാണ്. ഞായറാഴ്ച കാലത്ത് ആൾക്കാരെ കണ്ടില്ലെങ്കിൽ അവർ പ്രശ്നമുണ്ടാക്കും. വളരെ ബുദ്ധിമുട്ടിയാണ് വരണത്. ബുദ്ധിമുട്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചിന്ത മനസ്സിലുണ്ടാവാറുണ്ട്, കർത്താവേ, കുറേ പേരൊക്കെ കാണുമായിരിക്കും വചനം കേൾക്കാൻ. വരുമ്പോൾ മുതൽ സംഘാടകർ മുൻകൂർ ജാമ്യം എടുക്കും. അച്ഛാ, ആദ്യത്തെ ദിവസം കുറവാവാൻ സാധ്യതയുണ്ട്, അച്ഛൻ വിഷമിക്കണ്ട, രണ്ടാമത്തെ ദിവസം കുറേ കൂടി വരും, അവസാനത്തെ ദിവസം തകർക്കും. അത് കേൾക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ പറയും, കർത്താവേ, നീ പറഞ്ഞിട്ടുണ്ടല്ല, നിന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല. ഞാൻ എന്തോരം മിടുക്കനായിട്ടും കാര്യമില്ല, ഞാൻ എത്ര പ്രഗത്ഭനായിട്ടും കാര്യമില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുവരണം. അതൊരു വലിയ കൃപയാ പ്രിയപ്പെട്ടവരെ. നിങ്ങളിൽ എത്ര പേര് ഈ മഹാദാനത്തെക്കുറിച്ച് കർത്താവിന് നന്ദി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പള്ളി എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി, ബെഞ്ച് അതിനേക്കാൾ ഇഷ്ടമായി. ഞാൻ അപ്പുറത്ത് സെൻറ്റ് പോൾ പള്ളി പോയി കണ്ട്, അതും തരക്കേടില്ല. ഇതൊക്കെ നിറയെ ആളുണ്ടാവുമെന്ന് നമ്മുടെ സംഘബലം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാലോ, കസേരകൾ ഒഴിഞ്ഞു കിടക്കാണ്. ഒത്തിരി പേർക്ക് വരാനുള്ള സൗകര്യങ്ങളുണ്ട്. സത്യം പറയാട്ടോ, ഞാൻ നിങ്ങളോട് പറയണത്, ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ കണ്ട് ഈ ഉള്ളവന് ഒരു പരിഭവവും ഉണ്ടായിട്ടല്ല. നിങ്ങൾക്കറിയാലോ, ഈ ശാലോം ടി വിയിലൊക്കെ പ്രസംഗം പറയുമ്പോൾ ഒരാളും കേൾക്കാനില്ല. ചുമ്മാ ഈ ക്യാമറ എൻ്റെ മുമ്പിൽ അങ്ങനെ കണ്ണ് തുറന്നിരിക്കും. ഒരു കൊച്ചു മുറിയാണ്, അതിനകത്താണ് ഈ പരിപാടി നടക്കുന്നത്. ശാലോം ടെലിവിഷനിലെ മേക്കപ്പ് മാൻമാർ നമ്മുടെ മുഖത്താണ് പഠിക്കണത്. അവരെന്തെങ്കിലുമൊക്കെ റോസ് പൗഡർ ഇട്ട് തരും. ഞാൻ പറയും, അതില്ലാണ്ട് എന്നെ കാണാൻ ഇപ്പം എന്താ കുഴപ്പം? എന്നാൽ അങ്ങനെയല്ല അച്ഛാ, ടി വിക്ക് ഒരു വിലയുണ്ടില്ല, അത് കാരണം ഇത് ഇത്തിരി വേണം. ആയിക്കോട്ടെ, റോസ് പൗഡറൊക്കെ ഇട്ട് അവരെന്നെ നിർത്തും. നല്ല പോഡിയത്തിൻ്റെ മുമ്പിൽ ക്യാമറ ഓൺ ചെയ്യും മുമ്പ് കൊച്ചൻ പറയും, അച്ഛാ, ഒരു ചുമന്ന ലൈറ്റ് മിന്നാൻ തുടങ്ങും, അപ്പോൾ റോളിങ്. അവനത് ഓൺ ചെയ്തിട്ട് എന്നോട് പറയും, അച്ഛാ, ആക്ഷൻ. സ്ഥിരം സംഭവിക്കുന്ന കാര്യമാണ്. ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ അവൻ പറയും, അച്ഛാ, കാപ്പി കുടിച്ചിട്ടില്ല കേട്ടോ, ഞാൻ പോയി കാപ്പി കുടിച്ചിട്ട് വരാം, അച്ഛൻ താങ്ങിക്കോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കുന്ത്രാണ്ടത്തിനോടാണ് ഞാനിതൊക്കെ പറയണത്. അത് ചിരിക്കൂല്ല, കരയൂല്ല.
വിശ്വാസം അതല്ലേ എല്ലാം. ക്യാമറയോട് പ്രസംഗം പറഞ്ഞ് നല്ല പരിചയമാണ് എനിക്ക്. അത് കാരണം ഈ പള്ളിയിൽ ഒരാളും ഇല്ലെങ്കിലും നാളെ കറക്റ്റ് 8:20 നമ്മൾ പരിപാടി തുടങ്ങും. എനിക്ക് ഒരു ടെൻഷനും ഇല്ല ആളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. പക്ഷെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നോ, ജീവിതത്തിൻ്റെ സമൃദ്ധിയിലും ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ഒരു പ്രചോദനം നിന്റെ ചങ്കിൽ അവശേഷിക്കണമെങ്കിൽ ആ ഒരൊറ്റ കാര്യത്തെ പ്രതി നിന്റെ തമ്പുരാന് നീ എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിന്റെ ദൈവമാണ് നിന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവരണത്. നിനക്ക് അത്രയ്ക്ക് സൗകര്യങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല. 100 പ്രതിബന്ധങ്ങളുണ്ട്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതാ. സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും പലരും വന്നില്ല. ക്ഷണം ലഭിച്ചിട്ടും പലരും എത്തിയില്ല. നിന്റെ പ്രാഗൽഭ്യമോ നിന്റെ കഴിവുകളോ നിന്റെ യോഗ്യതയോ ഒന്നും പരിഗണിക്കാതെ നിന്നോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന്, ദൈവമേ നിനക്ക് കോടി കോടി സ്തോത്രം, നിന്നോട് ചേർന്നിരിക്കാൻ നീ എന്നെ അനുവദിക്കുന്നുണ്ടല്ലോ. നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വചനം നിങ്ങൾക്കറിയാലോ. റോമർക്ക് എഴുതിയ ലേഖനം. ഞാൻ കൊച്ചനോട് ചോദിച്ച്, റോമർക്ക് എഴുതിയ ലേഖനം 12:1 മുതലുള്ള വചനം അത്. റോമർക്ക് എഴുതപ്പെട്ട ലേഖനം പൗലോസ് അപ്പോസ്തലൻ ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അച്ഛൻ വായിക്കുന്നത് അച്ഛൻ്റെ കയ്യിലുള്ള ബൈബിളിൽ നിന്നാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളിൽ അല്പസ്വല്പം വ്യത്യാസം ഉണ്ടാവും, എന്നാലും വകുപ്പൊക്കെ ഒന്ന് തന്നെ. നിങ്ങൾക്കറിയാലോ സ്വർഗത്തിൽ ഏത് ബൈബിൾ ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതൊക്കെ പിടികിട്ടുള്ളൂ. എന്തായാലും ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ഞാൻ വായിക്കുകയാണ്. ആകയാൽ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിപ്പിൻ. ഇതാണ് ബോധപൂർവകമായ നിങ്ങളുടെ ആരാധന. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന. ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായി സമർപ്പിക്കണം. ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. നിന്റെ യോഗ്യതയോ അർഹതയോ ഒന്നും നോക്കാതെ നിന്റെ ദൈവം നിന്നെ വിളിച്ചുകൊണ്ട് വരണം. വിളിച്ച മക്കളോട് ഞാൻ പറഞ്ഞു കാര്യം. ഒത്തിരി അച്ഛന്മാരൊക്കെ ഇവിടെ വന്ന് പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വന്നേൽ ഏറ്റവും പ്രായം കുറഞ്ഞവനും ഏറ്റവും വിവരമില്ലാത്തവനും ഈ അച്ഛനാട്ടോ. തല ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മുടെ ജീവിതം. അതിനെക്കുറിച്ച് നമ്മൾ ഏറെ ചിന്തിക്കണം. നമ്മുടെ അർഹതയും നമ്മുടെ യോഗ്യതകളൊന്നുമല്ല. എൻ്റെ ജീവിതത്തെ എന്നും ബലപ്പെടുത്തുന്ന, എൻ്റെ മനസ്സിന് എന്നും ഉണർവ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത അത് എൻ്റെ ദൈവം എന്നോട് അനന്തമായ കാരുണ്യം കാണിച്ചു. നമ്മുടെ കൂടെ പഠിച്ചവരാരാ പ്രിയപ്പെട്ടവരെ? നമ്മൾ അബുദാബിയിൽ വരുമെന്ന് വിചാരിച്ചത് നമ്മുടെ മാതാപിതാക്കൾ വിചാരിച്ചോ? എൻ്റെ അമ്മ എന്നും പറയും, പൊട്ട നീ എന്തെങ്കിലും ആവോ എന്നെങ്കിലും. എൻ്റെ അമ്മ എന്നും പറയും. ദൈവത്തിൻ്റെ കാരുണ്യമാണ് ജീവിതം. ഈ തിരക്കുകളുടെ ഇടയിൽ നമ്മൾ ചിന്തിക്കണം ജീവിതം എന്താന്ന്. നിങ്ങൾ സാഹിത്യമൊക്കെ വായിക്കുന്നവരാകുമെന്നാണ്, അതോ ബൈബിളും മാത്രം വായിക്കുന്നവരാണോ എനിക്ക് അറിഞ്ഞൂടാ. വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ വായിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്താണ്. T.S. Eliot എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനുണ്ട്, ഇംഗ്ലീഷുകാരനാ ഉള്ളി. T.S. Eliot ഞാൻ പണ്ട് പഠിച്ചതാ. നമുക്ക് അത്രയൊന്നും വിദ്യാഭ്യാസം ഇല്ല. അത്യാവശ്യം അച്ഛനാവാനുള്ളതാ പഠിച്ചിട്ടുള്ളൂ. T.S. Eliot ദ വേസ്റ്റ് ലാൻഡ്, ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവും. ദ വേസ്റ്റ് ലാൻഡ് അങ്ങനെ ഒരു കവിതയുണ്ട് അയാളുടെ.
അതിനകത്ത് അയാൾ എഴുതി വെക്കണ എന്താന്നോ? എന്നെ എന്നും പിടിച്ച് കുലുക്കാറുണ്ട്. വേർ ഇസ് ദ ലൈഫ് ദാറ്റ്സ് ലോസ്റ്റ് ഇൻ ലിവിങ്? വേർ ഇസ് ദ ലൈഫ് ദാറ്റ്സ് ലോസ്റ്റ് ഇൻ ലിവിങ്? ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിതമുണ്ട്. നമ്മൾ ആരതിനെക്കുറിച്ച് ചിന്തിച്ചേക്കണത്? ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക്, വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക്, ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക്, വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക്, ഇടയ്ക്ക് ലുലുലു പോവും, സെൻട്രൽ മാളിൽ പോവും. അത് തന്നെ. വേറെ ഒരു റൂട്ട് നമുക്കറിയാൻ പാടില്ല. എൻ്റെ ഇടവകയിൽ ഒരു ചേട്ടനുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കില്ല പണി. കിട്ടണ കാശിലും മുഴുവനും പുള്ളി സ്മോൾ അടിക്കും. വൈകുന്നേരം പുള്ളി വീട്ടിലേക്ക് പോകണൊരു പോക്കുണ്ട്, ഒരു ബോധവുമില്ല. പുള്ളിയുടെ ഓട്ടോറിക്ഷയ്ക്ക് വഴി കാണാപ്പാടാണ്. കറക്റ്റായിട്ട് ആ ഓട്ടോറിക്ഷ പുള്ളീനെ വീട്ടിലെത്തിക്കും. അങ്ങനെ എല്ലാവരും പറയാം. നമ്മളങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. വേർ ഇസ് ദ ലൈഫ് ദാറ്റ്സ് ലോസ്റ്റ് ഇൻ ലിവിങ്? ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിതമുണ്ട്. And where is the wisdom that's lost in learning? അയാൾ പറയാ, where is the wisdom that's lost in learning? And where is the knowledge that's lost in knowing? എന്തോരം അറിവ് ആർജിക്കണത്, എന്തോരം അറിവ് ആർജിക്കണത്, എന്തോരം പഠനങ്ങളാണ് നടത്തണത്, എന്തുമാത്രം സമ്പാദിക്കണത്. ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം, ഇതിനിടയ്ക്കൂടെ ചോർന്നു പോകുന്ന ചില സംഗതികളുണ്ട്. അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ദൈവം നമ്മളെ വിളിച്ചുകൊണ്ട് വരുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞു തരാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് പരിശ്രമിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ചില സംഗതികൾ നഷ്ടപ്പെടുന്നത് നീ അറിയണില്ല. നിന്റെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ടവ കൈമോശം വരുന്നത് നീ മനസ്സിലാക്കണില്ല. അതേക്കുറിച്ച് നീ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഈ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള ചിന്ത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിപ്പിൻ. ഇതാണ് ഏറ്റവും വലിയ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. വിശുദ്ധവും സ്നേഹയോഗ്യവുമായതെന്തെന്ന് വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എന്താണ് നിലനിൽക്കുന്നതെന്ന്, എന്താണ് ആവശ്യമായിട്ടുള്ളതെന്ന്, എന്താണ് വിശുദ്ധമായതെന്ന് മനസ്സിലാക്കണം. തുടക്കത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനൊരു പ്രാർത്ഥന ചൊല്ലിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെയാ പ്രാർത്ഥിച്ചത്. എൻ്റെ കർത്താവേ, നിനക്കിഷ്ടമില്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ എടുത്തു മാറ്റണം. സ്വിറ്റ്സർലൻഡിലെ ഒരു വലിയ വിശുദ്ധൻ്റെ പ്രാർത്ഥന അത്. ബ്രദർ ക്ലാവൂസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്, കർത്താവേ, നിനക്കിഷ്ടമില്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ എടുത്തു മാറ്റണം. കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിന് പ്രിയപ്പെട്ടവരായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ജാഗ്രതപ്പെടേണ്ട ഒരു മേഖലയാണത്. നമ്മുടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ വാക്കുകളിലുണ്ട്, നമ്മുടെ പ്രവൃത്തികളിലുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ കരുണയെ ഞാൻ തിരിച്ചറിയണത് അപ്പോഴാണ്. 100 പോരായ്മകളുള്ളപ്പോഴും 100 കുറവുകളുള്ളപ്പോഴും എൻ്റെ ദൈവം എന്നെ വല്ലാണ്ട് സ്നേഹിക്കണു. ഈ ദൈവത്തെക്കുറിച്ച്, ഈ കർത്താവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുക. സത്യവേദ പുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ
ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിപ്പിൻ. നിങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവിൻ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യവേദ പുസ്തകത്തിലെ മോശയെക്കുറിച്ച് പറഞ്ഞ് അച്ഛൻ ആരംഭിക്കുകയാണ്. സത്യവേദ പുസ്തകത്തിലെ മോശ, നാം പ്രധാനമായിട്ടും ചിന്തിക്കുന്ന വചനഭാഗം പുറപ്പാട് ഗ്രന്ഥം 33 അധ്യായം 15, 16, 17 തിരുവചനം. എക്സോഡസ് ചാപ്റ്റർ 33, 15, 16 and 17. പുറപ്പാട് ഗ്രന്ഥം 33 15, 16, 17. മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. ഇത് മോശയുടെ പ്രാർത്ഥനയാണ്. ഇഫ് യു ഡോണ്ട് കം വിത്ത് മീ, നെവർ ലെറ്റ്സ് ഗോ. ഞാൻ പോവില്ല കർത്താവേ, അൺലെസ് ആൻഡ് അൺടിൽ യു കം. നീ വന്നാലേ ഞാൻ പോവുള്ളൂ. മോശ എന്നും കർത്താവിനോട് പറയും. അച്ഛൻ ഈ ഭാഗം തിരഞ്ഞെടുക്കാൻ കാരണം വേറൊന്നുമല്ല, എനിക്ക് ഈ പാർട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. മോശ സത്യവേദ പുസ്തകത്തിൽ അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഒരു 1, 2, 3 പറയുമ്പോഴേക്കും മോശ വരും. എനിക്ക് മോശേനെ വല്ലാണ്ട് ഇഷ്ടമാണ്. വിശുദ്ധ നാട്ടിൽ വല്ലപ്പോഴൊക്കെ തെണ്ടിപ്പെറുക്കി ഞാൻ പോവാറുണ്ട്. എല്ലാവരൊക്കെ വിളിക്കും, അച്ഛ വരണുണ്ടോ? വരാം, ഞാൻ പോവും, ഇടയ്ക്കിടയ്ക്ക് പോവും. ഈ അടുത്ത കാലത്തൊരു പോക്കുണ്ട്. വിശുദ്ധ നാട്ടിൽ പോകുമ്പോൾ, പോയിട്ടുള്ള ഒത്തിരി പേര് ഈ കൂട്ടത്തിലുണ്ടോ? ഇവിടെ നിന്നൊക്കെ പോകാൻ ഭയങ്കര എളുപ്പമല്ലേ. പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം സീനായി മലയുടെ അടിവാരമാണ്. കർത്താവിൻ്റെ കുരിശു നാട്ടിയ കാൽവരിയേക്കാളും എനിക്കിഷ്ടം സത്യം പറഞ്ഞ സീനായി മലയാണ്. അതിൻ്റെ കാരണം ഈ മനുഷ്യനോടുള്ള എൻ്റെ പ്രണയമാണ്. മോശേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെയാണ് മോശ ദൈവത്തെ കണ്ടത്. സത്യവേദ പുസ്തകത്തിലെ മോശ, ഗംഭീരനായ മോശ. മോശയെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ എന്നെ കുറ്റം പറയരുത്. മോശേനെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാവാനുള്ള കാരണം ഇയാൾ നമ്മളെക്കാളും തറയാണെന്നുള്ളതാണ്. മോശ വല്ലാണ്ട് മോശമാണ്. മോശ ഒന്നിനും കൊള്ളൂല്ലാത്തൊരു പാർട്ടിയാണ്. ഒരു സ്റ്റാൻഡേർഡും ഇല്ല ഇയാൾക്ക്, മോശയ്ക്ക്. പുറപ്പാട് ഗ്രന്ഥത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ആ വചനം വായിക്കുമ്പോൾ സങ്കടം വരും. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാം വചനം. അക്കാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. ഇതാണ് ഈ പാർട്ടിയുടെ അപ്പനമ്മയും. ആരോ ഒരാൾ. 6-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ പുള്ളിക്കാരൻ്റെ പേര് പറയുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ മോശ ഫറവോൻ്റെ വീട്ടിൽ വളർന്നത് അപ്പൻ ആരാണെന്ന് അറിയാണ്ട് തന്നെയാണ്. ലേവി ഗോത്രത്തിൽ പെട്ട ഒരാൾ അതേ ഗോത്രത്തിൽ പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. ഏതാണ് ഈ സ്ത്രീ, ഏതാണ് ഈ ആൾ എന്ന് പുറപ്പാട് ഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ല. വംശാവലി എഴുതിയത് മറ്റാരോ ആണെന്നാണ് പറയുക. അവിടെയാണ് മോശയുടെ അപ്പൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്നത്. സത്യത്തിൽ തന്ത ആരെന്നറിയാതെ വളർന്നവനാ മോശ. അവൻ അറിയില്ല അപ്പൻ ആരാന്ന്. നല്ല പ്രായം വരെ ഉറപ്പായിട്ടു. ഞാൻ മോശയോട് പറയാറുണ്ട്, ആ കാര്യത്തിൽ തന്നെക്കാളും സ്റ്റാൻഡേർഡ് എനിക്കാണ്. നമ്മുടെ അപ്പൻ ആരാന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് മോനെ നിന്റെ അപ്പൻ. നിനക്കറിയില്ല നിന്റെ അപ്പൻ ആരാന്ന്. തന്തയില്ലാതെ വളർന്നവൻ മോശ. വല്ലോവൻ്റെ വീട്ടിലെ ഫുഡാ കഴിച്ചത്. ദൈവത്തിൻ്റെ മഹാകൃപ. അമ്മയുടെ മുല തന്നെ കുടിക്കാൻ ഒരു വലിയ ഭാഗ്യം മോശയ്ക്ക് ഉണ്ടായി. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ ഫറവോയുടെ മോള് സമ്മതിച്ചതുകൊണ്ട് അവൻ്റെ സഹോദരി
അവൻ്റെ അമ്മേനെ പിടിച്ചുകൊണ്ടാക്കി മുല കൊടുക്കാൻ. അതുകൊണ്ട് അമ്മയുടെ മുല തന്നെ കുടിക്കാൻ ഈ പാവത്താന് യോഗം കിട്ടി. പക്ഷെ ഫുഡ് അടിച്ചത് മൊത്തം കരക്കാരുടെയാണ്. വല്ലോൻ്റെ ഭക്ഷണം കഴിച്ചാ മോശ വളർന്നത്. വല്ലോൻ്റെ വീട്ടില് അപ്പനാരാന്നറിയാതെ വളർന്നത് കൊണ്ട് മോശയെക്കുറിച്ച് പറയും, യവൻ ആന്തരിക മുറിവിൻ്റെ കൂടാരമാണ്. ഒത്തിരി മുറിവുണ്ട് മോശയുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ മോശ ക്ഷിപ്രകോപിയാണ്, ഭയങ്കര ചൂടനാ മോശ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അടിയാണ്. അത് 1-1.5 അടിയാണ്. ചെറിയ അടിയൊന്നുമല്ല, ഒറ്റടിക്കാണ് ഒരെണ്ണത്തിനെ കൊന്നത്. മോശ ഭയങ്കര ചൂടനാണ്. മോശ ഭയങ്കര വിക്കനാണ്. മോശയ്ക്ക് വിക്കുണ്ടായിരുന്നു. ഒരു ഡയലോഗ് പറയണമെങ്കിൽ ഒരു ദിവസം വേണം. ബബ്ബബ്ബബ്ബാന്ന് പറയും. മോശ ഭയങ്കര വിക്കനാണ്. എല്ലാത്തിനും മകുടം. മോശ ഒരു കൊലപാതകിയാണ്. ഹീസ് എ ക്രിമിനൽ. അയാൾ ഒരാളെ തല്ലിക്കൊന്നു. സത്യം പറയണം, മോശയുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് ഒരു കല്യാണാലോചന വന്നാൽ നിങ്ങൾ എടുക്കുമോ? ഞാൻ എടുക്കൂല. അപ്പനാരാന്നറിയാത്തവൻ, ക്ഷിപ്രകോപി, വിക്കൻ, കൊലപാതകി. എന്ന സ്റ്റാൻഡേർഡാ പ്രിയപ്പെട്ടവരെ? എന്ത് സ്റ്റാൻഡേർഡ് ഉണ്ട് മോശയ്ക്ക്? പക്ഷേ പുറപ്പാട് ഗ്രന്ഥത്തില് യവനെക്കുറിച്ച് വായിക്കുമ്പോൾ എനിക്ക് ഭ്രാന്താവും. ഈ മനുഷ്യനെ കുറിച്ച് ബൈബിള് പറയണത് എന്തെന്നോ? അവൻ ആകാശങ്ങളോട് അലറുമ്പോ മന്ന പെയ്യും. അവൻ ദിക്കുകളോട് കൽപ്പിക്കുമ്പോ കാടപ്പക്ഷികൾ വരും. അവൻ പാറപ്പുറത്തടിക്കുമ്പോ വെള്ളം പുറപ്പെടും. അവൻ പ്രാർത്ഥിക്കാൻ പള്ളി കയറുമ്പോ ദൈവസാന്നിധ്യം മേഘരൂപത്തിൽ ഇറങ്ങി വന്ന് സമാഗമ കൂടാരത്തെ പൊതിയും. സ്നേഹിതനോടെന്ന പോലെ മോശ കർത്താവിനോട് മുഖാമുഖം സംസാരിക്കും. രാത്രി അഗ്നിസ്തംഭം, പകൽ മേഘത്തൂണ്. ഇത് വായിക്കുമ്പോൾ എൻ്റെ കൺട്രോള് പോവും. ഞാൻ മോശയോട് ചോദിക്കും, നീ ലോകത്തറിയാ, അപ്പനാരാണെന്ന് നിനക്കറിയില്ല, നീ വിക്കനാണ്, നീ കോപ സ്വഭാവിയാണ്, നീ ഒരു കൊലപാതകിയാണ്, പിന്നെ നീ ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ച്? നീ എങ്ങനെ ഒപ്പിച്ച്? നീ ആകാശങ്ങളോട് അലറുമ്പോ മന്ന വീണ്, നീ ദിക്കുകളോട് കൽപ്പിക്കുമ്പോ കാടപ്പക്ഷികൾ വരണ്, നീ പാറപ്പുറത്തടിക്കുമ്പോ വെള്ളം പുറപ്പെടണ്, നീ പ്രാർത്ഥിക്കാൻ പള്ളി കയറുമ്പോ ദൈവസാന്നിധ്യം മേഘരൂപത്തിൽ ഇറങ്ങി വരണ്. ഞാൻ പള്ളി കയറുമ്പോ വല്ലപ്പോഴും കരണ്ട് പോണതല്ലാണ്ട് ഒരു മേഘസാന്നിധ്യം മുമ്പ് കണ്ടിട്ടില്ല. നമ്മൾ പാറയം അടിച്ച ചുമ്മാ ഉള്ളം കൈ വേദന എടുക്കണമല്ലാണ്ട് ഒരു വെള്ളവും വന്നിട്ടില്ല. ഞാൻ മോശയോട് ചോദിച്ചു, ഇതെങ്ങനെ ഒപ്പിച്ച്? എവിടുന്ന് കിട്ടി ഈ കൃപ? പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാനേജ്മെന്റ് ഒക്കെ പഠിക്കാൻ പോണവര് പറയും, മാനേജ്മെന്റ് സ്റ്റഡീസ് ഉണ്ടല്ലോ, ബിസിനസ് മാനേജ്മെന്റ്, ഹോട്ടൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അല്ലേ? അങ്ങനെ കുറേ മാനേജ്മെന്റ് സ്റ്റഡീസ് ഉണ്ട്. ഈ മാനേജ്മെന്റ് ഒക്കെ പഠിക്കാൻ പോണവര് പണ്ട് കാലത്തൊക്കെ ആദ്യ ക്ലാസ്സിൽ കേട്ടിട്ടുള്ള ഒരു വാചകം ഉണ്ടെന്ന് പഴയകാല മാനേജർമാര് ഈ ഉള്ളവനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛാ, മാനേജ്മെന്റിന്റെ ക്ലാസ് ആരംഭിക്കുന്നത് അങ്ങനെയാ. ഏത് വിജാതീയ പ്രൊഫസറും അങ്ങനെയാ പറഞ്ഞു തുടങ്ങാറ്. ഇഫ് യു വാണ്ട് ടു സ്റ്റഡി മാനേജ്മെന്റ്, ലുക്ക് അറ്റ് ദ മോസസ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്. If you want to study management, look at Moses of the Old Testament. എൻ്റെ പ്രിയപ്പെട്ടവരെ, അയാളാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മാനേജർ, മാനേജ്മെന്റിന്റെ ഉസ്താദ് മോശ. ഒരാളെയും രണ്ടാളെയും കൊണ്ടല്ല പുള്ളി പോയത്. വന്നപ്പോൾ മുതൽ ബിജോച്ചനും ബാബോച്ചനും പറയണം, ഞാൻ കേൾക്കാണ്, 1000 ചില്ലാനുണ്ടച്ചാ, 1000 ചില്ലാനുണ്ടച്ചാ എന്ന് എല്ലായിടത്തും ഓടിയെത്തും. എനിക്ക് 350 ഉള്ളൂ, എന്നിട്ട് ഇതുവരെ നമ്മളെത്തിയിട്ടില്ല.
ഇതത്ര എളുപ്പമുള്ളൊരു എന്തിനാ അങ്ങോട്ടൊക്കെ പോണത്? 2 പിള്ളേരെ നോക്കാൻ. നിങ്ങൾ കഴിക്കണ പങ്കപ്പാട് നിങ്ങൾക്കറിയാല. എൻ്റെ ഇടവകയിലുള്ള അമ്മച്ചിമാർ പറയും, എൻ്റെ അച്ഛ 3:30 മണിക്ക് 2 എണ്ണം സ്കൂൾ വിട്ട് വരും. സ്കൂൾ ബാഗ് ഒരു വഴിക്ക് പോവും, ഷൂസൊക്കെ ഇതിങ്ങനെ കറങ്ങിയാണ് പോണത്. സിബ് അഴിച്ചിട്ടൊന്നുമല്ല, ടൈ അഴിച്ചിട്ടൊന്നുമല്ല ഊരണത്, ഇങ്ങനെ ഒരു തെറ്റിക്കലാണ്. അപ്പോൾ കാലേന്ന് ഷൂസൊക്കെ തന്നെ ഊരി കറങ്ങി പോയിരിക്കുന്നു. പിള്ളേർ സ്കൂളിൽ നിന്ന് വരണ വരവാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലിരിക്കുമ്പോൾ ഒരുത്തൻ സ്കൂൾ വിട്ട് വരണം. അന്നാണ് ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിക്കാണ്ട് ഷർട്ട് ഊരാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്കറിയാൻ പാണ്ടായില്ല. ഞാൻ അത്ഭുതം കണ്ട്. ഇട്ടേക്കണ ബനിയനെ പാടെ അവൻ്റെ ഒരൊറ്റ ഊർത്തലാണ്. ബട്ടണൊന്നും അവിടെ അഴിക്കണ പോലുമില്ല. ഇന്ന് രാത്രി ചെല്ലുമ്പോൾ പലരും അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു പുതിയ അറിവാണത്. എൻ്റെ ഇടവകയിലെ അമ്മച്ചിമാർ പറയും, 3:30 മണിയാകുമ്പോൾ ഞാൻ കട്ടിൻ്റെ അടിയിൽ കയറി ഒളിക്കുകയാണ് അച്ഛാ, പിടിച്ച് തിന്നാനുള്ള വിശപ്പായിട്ട 2 എണ്ണം വരുന്നത്. എനിക്കൊരു LKG UKG ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പള്ളിമേടയുടെ മോളിലായിരുന്നു. 80 പിള്ളേര്. ഞാൻ അന്ന് ആലോചിച്ച്, ഈ പണിക്ക് പോണേനും ഭേദം കുടുംബജീവിതം നയിക്കുന്നതായിരുന്നു. 80 പിള്ളേര്, നമുക്ക് 20 പണി കിട്ടിയതാണ്. എൻ്റെ പള്ളി പ്രസ്ബിറ്ററിയുടെ പാഴ്സനേജിൻ്റെ മുകളിൽ ഒരു ഉരുള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒരു പുസ്തകം വായിക്കാൻ പറ്റില്ല, 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ചോറിൻ്റെ ഉരുള ഉരുട്ടി വായയിലേക്ക് വയ്ക്കാൻ പോകുമ്പോൾ വാതുക്കെ പ്രത്യക്ഷപ്പെടും, അച്ഛാ എന്നും പറഞ്ഞു. ഞാൻ പറയാടാ, അവിടെ പോയി നിനക്കുള്ളത് തിന്ന്, അച്ഛനിവിടെ എന്തെങ്കിലും കഴിക്കട്ടെ. ഉള്ളൊരുക്കി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഒരു ഹർത്താൽ, ഒരു ബന്ദ്, സ്വൈര്യം കിട്ടാനാണ്. ഉള്ളൊരുക്കി ഞാൻ പ്രാർത്ഥിക്കും. അന്തോണിസ് പുണ്യാളൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. ആ പുണ്യാളൻ്റെ ആൾ വളരെ കഴിവുള്ള പുണ്യാളനാണ്. എന്ത് ചോദിച്ചാലും കിട്ടും. ഞാൻ പുണ്യാളൻ്റെ അടുത്ത് തിരികുത്തി എന്തോരം അവസാനം ഹർത്താലും ബന്ധമൊക്കെ വരും. ഏതെങ്കിലും മന്ത്രിക്കോ പാർട്ടിക്കോ തോന്നും ഹർത്താൽ. ഞാൻ കർത്താവിന് സ്തോത്രം പാടും. 8:30 മണിയാകുമ്പോഴേക്കും എനിക്ക് ഫോൺ വരും, അച്ഛാ നഴ്സറി വണ്ടി കണ്ടില്ലല്ല, കൊച്ചിൻ്റെ അമ്മ വിളിക്കണാണ്. ഞാൻ ചോദിക്കും, നീ പത്രം വായിച്ചില്ലേ? എടി ഇന്ന് ഹർത്താലാണ്, ഇന്ന് ക്ലാസ്സില്ല. അവള് നെഞ്ചത്തടിച്ച് എന്നോട് പറയും, അച്ഛാ എത്ര കാശ് വേണമെങ്കിലും തരാം, ഈ സാധനത്തിന് ഒന്ന് ഇവിടുന്ന് എടുത്തോണ്ട് പോ. ഞാൻ ഇന്ന് തുണി അലക്കാൻ വെച്ചേക്കാണ്, അടക്കള ഒന്ന് വൃത്തിയാക്കണം. ഈ മുതലുണ്ടെങ്കിൽ ഒരു പരിപാടി. അവളാണ് പെറ്റത്, നോക്കണ പണി വികാരിയച്ഛനാണ്. ഭയങ്കരമാണത്. എന്തിനാ അങ്ങോട്ട് 2 പിള്ളേരെ നോക്കാൻ നമ്മൾ കഴിക്കണ പാട് മോശ. നമ്മൾ മനസ്സിലാക്കണം, ആകാശവും ഭൂമിയില്ലാത്ത ജനമാണ്. ഓരോ സ്ഥലത്ത് ഓരോ കണക്കാണ്. ഏതാണ്ട് 6 ചില്ലാനും ലക്ഷം പുരുഷന്മാര് തന്നെ ഗൂഗിള് ചെയ്യുമ്പോൾ കിട്ടണത് ഏതാണ്ട് 2.25 കോടി മനുഷ്യരാണ്. മോശ കൊണ്ടുപോയത് 2 ചില്ലാനും കോടി മനുഷ്യര്. അത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒന്നും അല്ലട്ടാ, കംപ്ലീറ്റ് അടിമകള്. വൈക്കോല് ചവിട്ടാനും ഇഷ്ടിക പിടിക്കാനും മാത്രമേ അറിയുള്ളൂ. ഇറച്ചി എന്ന് പറയുമ്പോൾ ഇറച്ചി കൊടുക്കണം, മീൻ എന്ന് പറയുമ്പോൾ മീൻ കൊടുക്കണം, വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളം കൊടുക്കണം. ഏത് നേരത്തെ പ്രാന്താവണമെന്ന് പറയാൻ പറ്റില്ല. 41 കൊല്ലം നമ്മൾ ഈ മനുഷ്യനെ പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, യവൻ എങ്ങനെ ഇവരെ കൊണ്ടുനടന്ന്. 40 വർഷം. ബൈബിളില്, അച്ഛൻ്റെ ബൈബിളിൻ്റെ പുറകിലുണ്ട്, ഈ POC ബൈബിളിൻ്റെ ബാക്കിൽ പുറപ്പാട് റൂട്ട് വരച്ചു വെച്ചിട്ടുണ്ട്, മാപ്പുണ്ട്. ഏത് വഴിയിലൂടെയാണ് ഇസ്രായേൽ സഞ്ചരിച്ചത്, എത്ര വട്ടം ജോർദാൻ നദിയുടെ തീരത്ത് മോശ വരണുണ്ടെന്ന് നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ മനസ്സിലാവും. തൊട്ടടുത്ത് വരെ കൊണ്ടുവന്നിട്ട് ദൈവം മോശേനെ പിന്നെയും റിട്ടേൺ അടിപ്പിക്കും. സത്യത്തിൽ 350 കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ ഔസേപ്പ്, ഈശോയുടെ വളർത്തുപിതാവ് ജോസഫ്, ബദ്ലഹമിൽ നിന്ന് ഈജിപ്തിൽ വന്നത് ജസ്റ്റ് 380 കിലോമീറ്റർ മൈലാണ്. 380 മൈല്. ഒരു ദിവസം ഒരാൾ 10 മൈല് നടക്കുന്ന പറയണേ. അങ്ങനെയാണെങ്കിൽ 1.5 മാസം കൊണ്ട് ഔസേപ്പും മറിയവും ഉണ്ണിയും ഈജിപ്തിലെത്തിയിട്ടുണ്ട്. 1.5 മാസം. ജോസഫ് 1.5 മാസം കൊണ്ട് നടന്ന വഴിയാണ് നമ്മുടെ പാർട്ടി 40 കൊല്ലം നടന്നത്. 40 കൊല്ലം.
ചെങ്കടലൊക്കെ മുറിക്കണ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഷോർട്ട് കട്ടാണ്. ഞാനങ്ങനെ വിചാരിച്ചു. ചെങ്കടൽ മുറിക്കണ കണ്ടപ്പോൾ ഞാൻ കരുതി ഷോർട്ട് കട്ട്. കൊലച്ചതിയാണ് പ്രിയപ്പെട്ടവരെ, കൊലച്ചതി. ക്ഷഞ്ഞ വരപ്പിച്ച് തമ്പുരാൻ മോശേനെ കൊണ്ട്. ഈ 2 ചില്ലാനും കോടി മനുഷ്യരെയും കൊണ്ട് അയാൾ നടന്ന്, അയാളുടെ മുമ്പിലും മുകളിലും തമ്പുരാൻ നടന്ന്. മോശയോട് ഞാൻ ചോദിച്ച്, നീ എങ്ങനെ ഇങ്ങനെ ബലപ്പെട്ട്? എന്താണ് നിന്റെ വിജയത്തിൻ്റെ രഹസ്യം? എങ്ങനെയാണ് നീ ഇത്രമേൽ കൃപയുള്ളവനായത്? അപ്പോഴാ പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗം മോശ എന്നോട് പറഞ്ഞത് 33:15. എടാ, ഞാൻ എന്നും പ്രാർത്ഥിക്കും, ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഇഫ് യു ഡോണ്ട് കം വിത്ത് മീ ഐ വോണ്ട് ഗോ. നീ എൻ്റെ കൂടെ വരാതെ ഒരു സ്റ്റെപ്പ് ഞാൻ വെക്കില്ല കർത്താവേ. നീ എൻ്റെ കൂടെ വന്നാലേ ഞാൻ പോവുള്ളൂ. മോശയുടെ വചനം വളരെ മനോഹരമാണ്. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വായിച്ചു നോക്കണേ, മനസ്സിരുത്തി വായിക്കണം. 15-ാം തിരുവചനം, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. നിങ്ങളുടെ ബൈബിളിൽ പുറപ്പെടുവിക്കരുത് അല്ലേ? അങ്ങ് ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ ലോകം അറിയും? നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എങ്ങനെ നാട്ടുകാരറിയും? എന്ത് മനോഹരമായിട്ടാ മോശ കർത്താവിനെ കുപ്പിയിലിറക്കണത് കണ്ടാ. മോശ കർത്താവിനോട് പറയുക, നീ ഇടയ്ക്കിടയ്ക്ക് പറയണുണ്ടല്ലോ ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ഞാൻ നിൻ്റെയാണ്, നീ എൻ്റെയാണ്, ഈ ജനം മൊത്തം നമ്മുടെയാണ്. ഇതൊക്കെ നീ ഇടയ്ക്കിടയ്ക്ക് പറയണതാണല്ലോ. ആ 33:12 മുതൽ വായിച്ചാൽ പിടികിട്ടും. നീ എപ്പോഴും പറയും നിന്റെ ജനമാണ്, നിന്റെയാണ് ഞാൻ, നിന്റെയാണ് ജനം. അങ്ങനെ നീയും ഞാനും തമ്മിൽ ലൈനാണെങ്കിൽ നീ എൻ്റെ കൂടെ വരണം. ഇത് പ്രേമിക്കണവരൊക്കെ പറയുന്ന ഡയലോഗാണ്, നമുക്ക് പരിചയമില്ല, കേട്ടറിവാണ്. പ്രേമിക്കണവരൊക്കെ പറയും, എന്താ എൻ്റെ കയ്യിൽ പിടിച്ച് 10 ആളുടെ മുമ്പിൽ കൂടെ നടന്നാൽ, എന്താ 4 ആളുടെ മുമ്പിൽ ഒരു ഐ ലവ് യു പറഞ്ഞാൽ, എന്താ നീ എൻ്റെ ആണെന്നും ഞാൻ നിൻ്റെ ആണെന്നും നിനക്കൊന്ന് വെളിപ്പെടുത്തിയാൽ. സ്നേഹിക്കണവരുടെ ഏറ്റവും വലിയ ഡിമാൻഡാണത്. 10 ആളുടെ മുമ്പിൽ വെച്ച് ചേർന്ന് നിൽക്കണം, 10 ആളുടെ മുമ്പിൽ വെച്ച് വലിയ സ്നേഹം പ്രകടിപ്പിക്കണം. പ്രേമിക്കണവരൊക്കെ പറയും. അതല്ലെങ്കിൽ മുഖം വീർപ്പിക്കും. കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ എന്നാ ജാടയായിരുന്നു. സ്ഥിര ഡയലോഗാണല്ല സ്നേഹിക്കണവരുടെ. എന്തിനെങ്ങനെ ജാട കാണിക്കണത്? എന്താ 10 ആളുടെ മുമ്പിൽ നിനക്കിത് വെളിപ്പെടുത്തിയാൽ? മോശ പറയണുണ്ടോ, നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നീ എന്നിലും നിന്റെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ ലോകം അറിയും, മറ്റുള്ളവർ മനസ്സിലാക്കും? അടുത്ത വാചകം, നീ എൻ്റെ കൂടെ വന്നാൽ, നീ എൻ്റെ കൂടെ വന്നാൽ ഞാനും നിന്റെ ജനതയും ഈ ലോകത്തുള്ള സകല ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. വളരെ പ്രധാനപ്പെട്ട വചന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കേണ്ട വചനം അത്. നീ എൻ്റെ കൂടെ വന്നാൽ ഞാനും നിന്റെ ജനതയും ഈ ലോകത്തുള്ള സകല ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. ചിന്തിച്ചു നോക്കണം, എന്താണ് നമ്മുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്? എന്താണ് നമ്മുടെ കുടുംബത്തെ മറ്റുള്ളവരുടേതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? എന്താണ് നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വീടിൻ്റെ വലിപ്പമാണ്, നമ്മുടെ കാറിൻ്റെ ബ്രാൻഡാണ്, നമ്മുടെ കൂടെയുള്ളവരുടെ സൗന്ദര്യമാണ്, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ അവർ കൈപ്പറ്റുന്ന ശമ്പളത്തിൻ്റെ വലിപ്പമാണ്? ഒന്നും അല്ലട്ടോ പ്രിയപ്പെട്ടവരെ. അച്ഛനൊക്കെ കുറേ കണ്ടതാണ്. ഒത്തിരി സ്ഥലത്തൊക്കെ ഈ ഉള്ളവൻ പോയിട്ടുണ്ട്, വലിയ വലിയ വീടുകളിൽ താമസിച്ചിട്ടുണ്ട്, വലിയ കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്.
പക്ഷെ ഒരു കുടുംബത്തിൻ്റെ, ഒരു ജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം മോശയുടെ വചനമാണ്. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനും നിന്റെ ജനതയും ഈ ലോകത്തുള്ള സകല ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം, അതാണ് എൻ്റെ കുടുംബത്തിൻ്റെ മഹത്വം. എൻ്റെ വീടിൻ്റെ വലിപ്പമല്ല, വീടിൻ്റെ വലിപ്പം നോക്കിയാൽ നമുക്ക് അറിയാല. ഈ അബുദാബിയിലുള്ള വലിയ ബിസിനസ്സുകാരന് കടവന്ത്ര വീടുണ്ട്. എൻ്റെ കൂട്ടുകാരൻ പയ്യനാണ് ഫോട്ടോ എടുത്തത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? 47,000 സ്ക്വയർ ഫീറ്റാണ്, 33 ബെഡ്റൂം, എല്ലാ മുറിയിൽ ഐമാക്കുണ്ട്, ആ ബ്രഹ്മാണ്ഡമായ TV ഉണ്ട്. കോൺഫറൻസ് റൂമൊക്കെ കണ്ടാൽ ഞെട്ടും, വീഡിയോ കോൺഫറൻസ്. 14 അടി പൊക്കമുള്ള മതിൽ. വലിപ്പമുള്ള വീടുകളൊക്കെ എന്തോരാണ് നാട്ടിൽ. വീടിൻ്റെ വലിപ്പത്തിന് വല്ല കുറവുണ്ടാ? ചില വീട്ടിലൊക്കെ ചെന്നാൽ വിസിറ്റേഴ്സ് റൂമിൽ നിന്ന് അടുക്കളയിൽ ചെല്ലണമെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കണം, ഇപ്പം യൂബർ വിളിക്കണം, 20 രൂപ പോയിന്റാണ്. ചില വീടൊക്കെ വെഞ്ചരിക്കാൻ ചെന്നാൽ അവസാനിക്കണില്ല. എന്തൊരു വലിയ വീടുകൾ ആൾക്കാർ പണിയണത്. അതാണ് ജീവിതത്തിൻ്റെ മഹത്വം എന്ന നമ്മളൊക്കെ കരുതി വെച്ചിരിക്കണത്. പണ്ടൊക്കെ വലിയ വീട് കാണുമ്പോൾ എനിക്കും കൊതി തോന്നിയിട്ടുണ്ട്, ഉള്ളത് പറയണമല്ല, എനിക്കും കൊതിയൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ അപ്പനെ ചീത്ത പറയും, എൻ്റെ അപ്പം മര്യാദയ്ക്ക് പഠിക്കേണ്ട കാലത്ത് പഠിച്ചില്ലല്ല. അപ്പൻ്റെ കുഴപ്പം കാരണമുള്ളൂ നമുക്ക് നല്ല വീടില്ലാണ്ട് പോയത്. ഞാൻ അപ്പനെ ചീത്ത പറയും, മോത്തൊക്കെ വിളിക്കാനുള്ള ചങ്കൂറ്റില്ലാത്തതുകൊണ്ട് ബാത്റൂമിൽ കയറി ടാപ്പ് തുറന്നിട്ട് പറ്റണ പോലെയൊക്കെ വിളിക്കും ഞാൻ. ആരും കേൾക്കില്ലല്ലോ, കേട്ടാൽ പ്രശ്നമാണ്. അപ്പൻ്റെ മുഖത്തൊക്കെ എനിക്ക് പേടിയാണ്. ഞാൻ അപ്പനെ കുറിച്ച് ചിന്തിക്കും, അപ്പം നന്നായിട്ട് പഠിച്ചെങ്കിൽ നല്ല വീടുണ്ടായേനെ, നല്ല വീടുണ്ടായെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കായിരുന്നു. അപ്പം പഠിക്കാണ്ട് പോയതുകൊണ്ട് ആർക്ക് പോയി? എനിക്ക് പോയി. എനിക്ക് സങ്കടം വരും. പക്ഷെ ഈ അച്ഛനായി കഴിഞ്ഞിട്ടേ വലിയ വലിയ വീടുകളിലൊക്കെ കയറി ഇറങ്ങി കുറേ കാഴ്ചകൾ ഈ ഉള്ളവൻ കണ്ട് ഇപ്പം എനിക്കറിയാം വലിയ വീടുകളുടെ ഉള്ളിലെ വലിയ കാര്യങ്ങൾ. അത് മനസ്സിലാക്കിയപ്പോഴാ ഞാൻ ഈ ബോധ്യത്തിലേക്ക് എത്തിയത്. വലിയ വീടല്ല ഒരു കുടുംബത്തിൻ്റെ മഹത്വം, വലിയ വീടല്ല ഒരു കുടുംബത്തിൻ്റെ മഹത്വം, മറിച്ച് ആ വീട്ടിൽ കർത്താവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. ചില വീട്ടിലൊക്കെ വെഞ്ചിരിക്കാൻ ചെന്ന ഈ നടന്ന് എല്ലാ അച്ഛന്മാരുടെയും ലിഗ്മെന്റ് കംപ്ലൈൻ്റ് ആണ്. 3 കൊല്ലം കഴിഞ്ഞ് പോണേക്ക് മുമ്പ് ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തിലും തീരുമാനമാവും. എന്തോരം നടക്കണമെന്നറിയാമോ? ഈ തെളി തന്നെ തെളി. ഇവിടെ വെള്ളം തെളിക്കലില്ല അച്ഛാ? ഇല്ലേ? ഞങ്ങൾക്കുണ്ട് എൻ്റെ കൂടപ്പിറപ്പുകളെ. ഈ വെള്ളം തെളിക്കണം, ഹന്നാം വെള്ളം, വിശുദ്ധ ജലം എല്ലാം മുക്കിലും മൂളയിലും ക്ലോസറ്റിലും വരെ തെളിക്കുക, എല്ലായിടത്തും ഒഴിക്കണം. കക്കൂസ്, ബാത്റൂം, അടുക്കള, ആ പുറത്തുള്ള കിണർ. ഞാൻ പറഞ്ഞില്ല, ഞാനില്ല സിനിമയിലെ ഫിലോമിനേനെയാണ് ഓർക്കാറ്. ഫിലോമിനേനെ നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയാമല്ല? കണ്ടല്ലേ, തെളിയാനേ ഇവിടെ തെളിയാൻ, അവിടെ തെളിയാൻ. ഞാൻ എന്നും വീട് വെഞ്ചിരിക്കുമ്പോൾ അവളെ ഓർക്കും. ഇങ്ങനെ തെളിച്ചോണ്ട് നടക്കാണ്. എന്തോരം തെളിക്കണമെന്നറിയാം. തെളിച്ച് തെളിച്ച് നമ്മൾ ഓരോടത്ത് എത്തില്ല. എന്തൊരു വലിയ വീടാ, എന്തൊരു വലിയ വീടാ. പക്ഷെ പല വീട്ടിലും തമ്പുരാൻ കർത്താവില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ പ്രിയപ്പെട്ടവരെ. ദൈവം സന്തോഷത്തോടെ വസിക്കുന്ന കുടുംബങ്ങളെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ കുടുംബത്തിൻ്റെ സമ്പത്തല്ല, ദാരിദ്ര്യമല്ല, രോഗങ്ങളല്ല, മറ്റുള്ളവരുടെ ദൃഷ്ടിയിലുള്ള പോരായ്മകളല്ല പ്രശ്നം. നീ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നിന്റെ വീട്ടിൽ വസിക്കുന്ന, നിന്നോടുകൂടെ താമസിക്കുന്ന നിന്റെ ദൈവത്തിന് നിന്റെ വീട്ടിൽ സുഖാണ്. വല്ലപ്പോഴും ഒടയ തമ്പുരാനോട് ചോദിക്കണോട്ടാ. ഞങ്ങളുടെ ആത്മാക്കളോട് ഞാൻ പറയും, ഞങ്ങളുടെ മിക്കവാറും വീടുകളിലൊക്കെ കർത്താവിൻ്റെ ഒരു പടമുണ്ട്.
പ്രധാനപ്പെട്ട സ്ഥാനത്ത് പ്രാർത്ഥിക്കുന്ന മുറിയിൽ ഒരു തിരുഹൃദയത്തിൻ്റെ, ഒരു കർത്താവിൻ്റെ രൂപം വെച്ചിട്ടുണ്ടാവും. ഞാൻ സാധാരണ എൻ്റെ മക്കളോട് പറയും, വല്ലപ്പോഴും വീട്ടിൽ കയറി ചെന്ന് ഈ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി തമ്പുരാനോട് ചോദിക്കണം, എൻ്റെ കർത്താവേ നിനക്കിവിടെ സുഖണ? ആർ യു ഹാപ്പി ഇൻ മൈ ഹോം? വീട്ടിൽ വരണ എല്ലാ വിരുന്നുകാരോടും ചോദിക്കില്ല, കാപ്പി ഇഷ്ടായ, പോർക്കിറച്ചി എങ്ങനെയുണ്ട്, പോത്തിറച്ചി ഇഷ്ടപ്പെട്ട, മീൻ പറ്റിച്ചത് സന്തോഷാണ്, ചോറ് എന്തുണ്ടാ, ചായക്ക് മധുരം കൂടുതലുണ്ടാ? വീട്ടിൽ വരുന്ന സകലമാന വിരുന്നുകാരോടും ചോദിക്കും, എൻ്റെ പൊന്നുമക്കളെ വല്ലപ്പോഴും കുടുംബത്തിലുള്ള കർത്താവിനോട്, അങ്ങനെ ഒരുത്തൻ കുടുംബത്തിലുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ കണ്ണടച്ച് പിടിച്ച് ചോദിക്കണം കേട്ടാ, കർത്താവേ സുഖാണ, വല്ല കുഴപ്പമുണ്ടാ? കർത്താവ് പറയും, നിന്റെ ജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്, നിന്റെ കുടുംബത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നിന്റെ വീട്ടിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഒരു ക്രിസ്മസിന് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ വെളുപ്പിന് വീട്ടിൽ ചെല്ലും, കാലത്ത് ബലിയൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് പരക്കം പായും. ഈ നോമ്പ് വീടണം, 25 നോമ്പ്. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഇത്തിരി കൊഴിറച്ചി പാലൊഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടാവും, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഒരിത്തിരി വെള്ളയപ്പവും കിട്ടും. അതിനു വേണ്ടി പരക്കം പായും, കാലത്ത് തന്നെ പോവും. ഞാനൊരു ക്രിസ്മസിന് ഓടിപ്പടഞ്ഞ് വീട്ടിൽ ചെന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. സാധാരണ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ നിറയെ നക്ഷത്രം ഇടാറുണ്ട്. നക്ഷത്രം, ക്രിസ്മസിന് നക്ഷത്രം ഇടും, നിറയെ നക്ഷത്രം ഇടും അപ്പൻ. വീടൊക്കെ അലങ്കരിക്കും നക്ഷത്രം. ഞാൻ ചെന്ന വർഷം, അന്ന് ആ കൊല്ലം എൻ്റെ വീട്ടിൽ ഒരൊറ്റ നക്ഷത്രം ഇല്ല. എനിക്ക് ഭയങ്കര അത്ഭുതവും സങ്കടവും ഒക്കെ വന്ന്. കാര്യം അപ്പന് പ്രായമായി, എനിക്കും പ്രായമായി എന്ന് വെച്ച് ഒരു നക്ഷത്രം ഇടാനായിട്ട് എന്തെത്ര ബുദ്ധിമുട്ട്, വിളക്ക് തെളിക്കാൻ. ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ അപ്പനോട് ചോദിച്ചു, അപ്പ ഇതെന്താ നക്ഷത്രം ഇല്ലല്ലോ ഉമറത്ത്, മുൻവശത്ത് നക്ഷത്രമൊന്നും കാണാനില്ലല്ലോ. അപ്പൻ അല്പം ചൂടായിട്ട് എന്നോട് ചോദിച്ച, നിനക്ക് ഭ്രാന്തുണ്ടാ? അതെന്താണ്? എടാ ഈ കൊല്ലം എങ്ങനെയാ നക്ഷത്രം ഇടണേ? ഈ കൊല്ലം എങ്ങനെയാ നക്ഷത്രം ഇടണത്? ഞാൻ ചോദിച്ചു, എന്നാ പറ്റി, നിനക്കറിയാൻ പാടില്ലേ? അപ്പം കാര്യം പറ, എനിക്ക് മനസ്സിലാവണില്ല. എടാ അമ്മൂമ്മ മരിച്ചേക്കല്ലേ. അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ ചാലക്കുടിക്കാരനാണ്, ഞങ്ങളുടെ നാട്ടിൽ അപ്പൻ്റെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ അമ്മ, നിങ്ങൾ പറഞ്ഞ വല്യമ്മച്ചിയാ, സംതിങ് ലൈക്ക് ദാറ്റ്. കാര്യം മനസ്സിലായില്ല? ഗ്രാൻഡ് മദർ. എൻ്റെ അപ്പൻ എന്നോട് ചോദിച്ചു, ഈ കൊല്ലം എങ്ങനെയാ നക്ഷത്ര വിളക്ക് തെളിക്കണത്? എന്താ പ്രശ്നപ്പാ? എടാ അമ്മൂമ്മ മരിച്ചേക്കല്ലേ, അതിന് നക്ഷത്രം ഇടാൻ പാടുണ്ടോ? ദുഃഖമല്ലേ? ഞങ്ങൾ തൃശ്ശൂർക്കാർക്കൊരു നല്ല പരിപാടി, ശീലമുണ്ട്. ആരെങ്കിലും മരിച്ചാൽ, ഇവിടെ തൃശ്ശൂർക്കാർ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നണം, ഞാൻ ഉണ്ടെങ്കിൽ തന്നെ എന്നെ കൊല്ലരുത്. ഞങ്ങൾ തൃശ്ശൂർക്കാർക്കൊരു പരിപാടിയുണ്ട്, ആരെങ്കിലും വീട്ടിൽ മരിച്ച ആ വർഷം ദുഃഖാചരണമാണ്. ഈസ്റ്റർ, ക്രിസ്മസ്, പള്ളിയിലെ പെരുന്നാൾ ആദിയായ ആഘോഷങ്ങൾക്ക് വിശേഷപ്പെട്ട ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. കോഴിയിറച്ചി ഉണ്ടാവില്ല, പോത്തിറച്ചി വാങ്ങില്ല, പോർക്കിറച്ചി ചിന്തിക്കാൻ പോലും വയ്യ. വട്ടയപ്പം ഉണ്ടാക്കില്ല, അച്ചപ്പം, കൊഴലപ്പം, ചീട, ഇങ്ങനെ പല പല പലഹാരങ്ങളുണ്ട്. ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, കാരണം ദുഃഖാചരണമാണ്. ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ദുഃഖാചരണം. ഈസ്റ്ററിനും ക്രിസ്മസിനും പള്ളി പെരുന്നാളിനും ഒന്നും ഉണ്ടാക്കില്ല. പക്ഷേ ആരുണ്ടാക്കിക്കൊണ്ടുവന്ന് തന്നാലും വയറ് നിറച്ച് തിന്നും. ഞങ്ങളവിടെ അതിനെ വിളിക്കുന്നത് വാലായ്മ പലഹാരം എന്നാണ്. അതൊരു വിശേഷപ്പെട്ട ആചാരമാണ്. ആരുണ്ടാക്കിക്കൊണ്ട് വന്നാലും, എല്ലാം മരണം നടന്ന വീട്ടിൽ ആ വർഷം ബന്ധുവീടുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വരും. പല തരത്തിലുള്ള കോഴി റോസ്റ്റ്, പല തരത്തിലുള്ള പോത്തിറച്ചി വെച്ചത്, പല തരത്തിലുള്ള അപ്പങ്ങൾ, അതൊക്കെ ഒരു മുറിയിൽ കൂട്ടിയിട്ട് എലി പത്താഴത്തിൽ കയറി പോലെ കയറിയിരുന്ന് ഒരു സൈഡിൽ നിന്ന് തിന്നു തുടങ്ങും. തിന്നിട്ടും തിന്നിട്ടും തീരാണ്ട് വരുമ്പോൾ അടുത്ത വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനൊരു പരിപാടിയുണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ അതായിരുന്നു പരിപാടി. നമ്മുടെ വീട്ടിൽ നക്ഷത്രം അപ്പൻ തൂക്കിയിട്ടില്ല, അപ്പൻ നക്ഷത്ര വിളക്ക് തെളിച്ചിട്ടില്ല. കാരണം അമ്മൂമ്മ മരിച്ചേക്കാണ്. ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പ
പറഞ്ഞില്ല, കേട്ടില്ല എന്ന് നാളെ പറയരുത്. ഇതിപ്പം ഞാൻ അങ്ങോട്ട് പറയണം. അപ്പൻ മരിക്കണ കൊല്ലമുണ്ടില്ല. വാ അപ്പ നമ്മുടെ വീടിൻ്റെ അകത്തും പുറത്തും നിറയെ നക്ഷത്രമായിരിക്കും. അപ്പൻ മരിക്കണ കൊല്ലം നമ്മുടെ വീടിൻ്റെ അകത്തും പുറത്തും എവിടെയൊക്കെ കെട്ടി തൂക്കാൻ പറ്റും അവിടെയൊക്കെ ഞാൻ തെളിക്കും. ഈവൻ്റ് മാനേജ്മെൻറ്റുകാരെ ഏൽപ്പിക്കും. പരമാവധി നക്ഷത്രം. ഞാൻ അപ്പനോട് പറഞ്ഞ, അപ്പ അമ്മൂമ്മ മരിക്കാനുള്ളതാണ്, അപ്പൂപ്പനും മരിക്കാനുള്ളതാണ്. അപ്പനും മരിക്കും, എൻ്റെ അമ്മയും മരിക്കും, മറ്റൊന്ന് ഞാനും മരിക്കും. പക്ഷെ എൻ്റെ പൊന്നപ്പ, കർത്താവ് നമ്മുടെ വീട്ടിൽ മരിക്കാൻ പാടില്ല. എൻ്റെ ദൈവം ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. എന്തൊക്കെ പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും, എന്തൊക്കെ വിഷമതകളും പ്രശ്നങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും എൻ്റെ ഭവനത്തിൽ കടന്നു വന്നാലും എൻ്റെ കൂടെ എൻ്റെ ദൈവം. നക്ഷത്രം എന്തിൻ്റെ അടയാള പ്രിയപ്പെട്ടവരെ? പൂജ രാജാക്കളോട് മാലാഖ പറഞ്ഞ്, നക്ഷത്രം കണ്ട ഉവ്വ അതിൻ്റെ പിന്നാലെ പൊയ്ക്കോ. എവിടേക്കാന്നൊരു ചോദ്യമില്ല. നക്ഷത്രം എവിടെ ചെന്ന് നിൽക്കുന്നോ അതിനുള്ളിലുണ്ട് നിങ്ങൾ അന്വേഷിക്കുന്ന ദൈവം. നക്ഷത്രം ചെന്ന് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൻ്റെ മുകളിൽ നിന്നു. അവർ അകത്ത് കടന്ന് ഉണ്ണിയെ കണ്ട്. ക്രിസ്മസിന് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ തെളിച്ചു വയ്ക്കുന്ന നക്ഷത്ര വിളക്ക് സർവ്വ ലോകത്തോടും വിളിച്ചു പറയണത് എന്താ? കർത്താവിനെ കാണാൻ ആഗ്രഹിക്കണവരൊക്കെ വാ, എൻ്റെ വീട്ടിലുണ്ട്. കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും വരിക. എൻ്റെ വീട്ടിൽ ദൈവം ഉണ്ടെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്, നമ്മുടെ വീടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തല്ല, സുഖസൗകര്യങ്ങളല്ല, മറിച്ച് മോശ പറയും പോലെ നീ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. എൻ്റെ കർത്താവിനെ എൻ്റെ കുടുംബത്തിൽ എങ്ങനെയാണ് ഞാൻ മഹത്വപ്പെടുത്തുന്നത്? ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. എൻ്റെ കർത്താവിനെ എങ്ങനെയാണ് എൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ ഞാൻ മഹത്വപ്പെടുത്തുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, മറക്കണ്ട, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളെയാണ് കർത്താവ് മഹത്വപ്പെടുത്തുക. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളെയാണ് കർത്താവ് മഹത്വപ്പെടുത്തുക. ഇന്നും വൈസ് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു, നമ്മുടെ ഇവിടുത്തെ യുവജന സഖ്യം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ഏറ്റവും നല്ല യുവജന സഖ്യമായിട്ട്. ആ മക്കളുടെ ജീവിതത്തിൽ അവർ എങ്ങനെയാണോ അവരുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, അതിനനുസരിച്ചാണ് സർവ്വ ലോകത്തിൻ്റെയും മുമ്പിൽ അവരെ ദൈവം മഹത്വപ്പെടുത്തുന്നത്. നീ എങ്ങനെയാണോ നിന്റെ കുടുംബത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തണത്, അതുപോലെ ദൈവം നിന്റെ കുടുംബത്തെ മഹത്വപ്പെടുത്തും. അടുത്ത വാചകവും മറക്കണ്ട, കർത്താവിനെ മഹത്വപ്പെടുത്താത്ത കുടുംബങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം പടിയിറങ്ങിപ്പോവും. കർത്താവിനെ മഹത്വപ്പെടുത്താത്ത കുടുംബങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ മഹത്വം പടിയിറങ്ങിപ്പോവും. എപ്പ പോയി എന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾ എന്നോട് ചേർന്നിരുന്നാൽ ഞാൻ നിങ്ങളോടും ചേർന്നിരിക്കും. നമ്മുടെ കുടുംബങ്ങളെ ദൈവം മഹത്വപ്പെടുത്തണമെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, UAE ആ കുഴപ്പമില്ല, നാട് വിട്ടാൽ എല്ലാവരും ഡീസൻ്റാ. നാട്ടിൽ ചെല്ലുമ്പോൾ ഒരൊറ്റൊരെണ്ണം പള്ളി കയറില്ല ഞായറാഴ്ച കുർബാനയ്ക്ക്. പുറത്തല്ലേ, പുറത്തെ കാറ്റാണ് ഹൈജീനിക് എന്നാ പറയണത്. ഇവിടെ എല്ലാവരും അകത്ത് കയറും, കാരണം പുറത്തൊടുക്കത്തെ ചൂടാണ്, നിവൃത്തിയില്ല. നാട്ടിലൊരൊറ്റൊരെണ്ണം കയറില്ല. എന്തോര വികാരിയച്ഛൻ ആൾത്താരയിൽ നിന്ന് അലറണത്, പള്ളി കയറ്. എനിക്കൊരു തത്തമ്മ ഉണ്ടായിരുന്നു. ഞാൻ മലയാറ്റൂരടുത്തൊരു പള്ളിയിൽ താമസിക്കുമ്പോൾ ഞാൻ അതിനെ പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചേ, പള്ളി കയറുക. അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, പള്ളി കയറുക. ഞാൻ പറയും, ആ പാവം പറയണ കേട്ടാ, എല്ലാവരും ഒന്ന് അകത്ത് കയറുക. ഒറ്റെണ്ണം കയറില്ല.
ഇപ്പൊ ആയി തുടങ്ങിയപ്പോ ഞാൻ ധ്യാനത്തിന് പറയാൻ തുടങ്ങി, പള്ളിയുടെ പുറത്ത് നിന്ന് ബലിയർപ്പണത്തിൽ പങ്കുചേരുന്ന ഒരൊറ്റൊരുത്തന്റെ വീട്ടില് ഒടയതമ്പുരാൻ അഭിമാനമുള്ളവനാണെങ്കിൽ കയറൂല. കയറൂ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് പൊട്ടനാ നമ്മുടെ കർത്താവ്? അത്രയ്ക്ക് സ്റ്റാൻഡേർഡ് ഇല്ലേ നമ്മുടെ ദൈവത്തിന്? ഇത് സിമ്പിൾ ലോജിക്കല്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങളെ ആരെങ്കിലും ഒരു മാമോദീസയ്ക്ക് വിളിച്ച്, അല്ലെങ്കിൽ ഒരു മനസ്സമ്മതത്തിന് വിളിച്ച്, ഒരു കല്യാണത്തിനോ വീട് വെഞ്ചിരിപ്പിനോ വിളിച്ച് പുട്ടിയിട്ട് ഫേഷ്യൽ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താ? കർത്താവെ, ക്ഷണിച്ച ആത്മാവിനെ അവിടെ ചെല്ലുമ്പോൾ കാണും. അതല്ലേ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം. അതാണ്. എന്നെ ആരെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഈ മാമോദീസയ്ക്കോ കല്യാണത്തിനൊക്കെ വിളിക്കും. നമുക്ക് വലിയ ബന്ധം ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മളിങ്ങനെ നെറ്റിപ്പട്ടം കെട്ടാൻ തരക്കേടില്ലാത്ത ഒരു ആന ആയതുകൊണ്ട് തലയെടുപ്പുള്ള ഒരു ആന ഇരിക്കട്ടെ എന്ന് ചിലർ അങ്ങനെ വിളിച്ചുകൊണ്ട് പോകും. നമ്മളിടയ്ക്ക് പോവാറുണ്ട്. ചിലർ റെക്കമെൻഡേഷൻ്റെ പുറത്തൊക്കെ വിളിക്കും. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ എൻ്റെ മനസ്സിലെ ചിന്ത അത് മാത്രമാണ്, കർത്താവെ, വിളിച്ചവനെ ആ പന്തലിൻ്റെ മുമ്പിൽ കാണണം, റിസപ്ഷൻ ഹാളിൻ്റെ. അല്ലെങ്കിൽ നമ്മൾ നാണം കെടും. ഞാൻ അവിടെ ചെന്ന് 10-20 മിനിറ്റ് കാത്തു നിന്ന് ഈ ദുഷ്ടനെ ആ വഴിക്കൊന്നും ഞാൻ കണ്ടില്ല. അവസാനം പതുക്കെ ഒളിഞ്ഞകത്തേക്ക് നോക്കിയപ്പോൾ റിസപ്ഷൻ ഹാളിൻ്റെ അകത്ത് കസേര കളിയാണ്. എല്ലാവരും ഓടി നടന്ന് കസേര പിടിക്കുകയാണ്. പുറത്ത് നിന്ന പന്തികയുടെ അന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ വയറ്റിലൊന്നും പോവില്ല, ഈ ആത്മാവിനെ നോക്കിയിരുന്ന. ഞാൻ അത് കാരണം അകത്ത് കയറി ഒരു കസേര പിടിച്ചു. ഏതോ ഒരു ആത്മാവ് കുറേ ചോറ് കൊണ്ടിട്ട് അതിൻ്റെ മുകളിൽ ഏതാണ്ടൊക്കെ ഒഴിച്ച് നമ്മളതൊക്കെ ഉരുട്ടി വിഴുങ്ങുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ മുമ്പിൽ ആരോ നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ. ഞാൻ കണ്ണു പൊക്കി നോക്കിയപ്പോൾ വേറെ ആരുമല്ല, എന്നെ പരിപാടിക്ക് ക്ഷണിച്ചവനാ. അവൻ എന്നോട് ചോദിച്ച്, അച്ഛൻ എപ്പോൾ വന്നു? ഞാൻ പറഞ്ഞു, എൻ്റെ ചങ്ങാതി 10-20 മിനിറ്റ് പട്ടി ചന്തയ്ക്ക് പോയ പോലെ ഞാൻ ഇതിൻ്റെ മുമ്പിൽ നിന്നതാണ്, നിന്നെ കണ്ടില്ലല്ല. അവൻ പറഞ്ഞു, എന്തിനാ എന്നെ തപ്പിയത്? അച്ഛന് നല്ല വിശപ്പുണ്ട്, ആർത്തി ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അച്ഛൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ കുത്തി കയറ്റി പള്ളി പോ. എനിക്ക് സങ്കടം വരാണ്ടിരിക്കുമോ? അവൻ ചോറ് കിട്ടാഞ്ഞിട്ട് നമ്മൾ ചെന്നതാണാ? നമ്മൾ നാണം കെടല്ലേ? നമുക്ക് സങ്കടം വരില്ലേ? ഞാൻ വളരെ വേദനയോട് ചോദിച്ചു, അതെന്താ സഹോദരൻ അങ്ങനെ ഒന്നുമില്ല അച്ഛാ, ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ആണെങ്കിൽ ബിരിയാണി ആണെങ്കിൽ ബിരിയാണി, നൂഡിൽസോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അച്ഛൻ വലിച്ചു വാരി തിന്നോ, ഇവിടെ ആരും ചോദിക്കാനും പറയാനും വരില്ല. അത് കഴിയുമ്പോൾ അച്ഛൻ പൊക്കോളണോട്ടാ, എന്നെ നോക്കി നിൽക്കരുത്. ഓക്കെ, ഒരു പറ്റ ഏത് പോലീസുകാരനും പറ്റും. ഞാൻ ഒന്നും മിണ്ടില്ല. പിന്നെ അവൻ എന്നെ ഒരു പരിപാടിക്ക് വിളിച്ച ജന്മം ഉണ്ടെങ്കിൽ ഞാൻ പോവോ? നിങ്ങൾ പോവോ? അവൻ്റെ ശവസംസ്കാരത്തിന് പോലും ഞാൻ പോവില്ല. അവൻ നമ്മളെ അങ്ങനെ അപമാനിച്ചതാണ്. നേരെ മറിച്ച് ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ ദൂരെ നിന്ന് അവൻ എന്നെ കണ്ട്, ഞാൻ നോക്കുമ്പോൾ ഒരു റോസാപ്പൂവും പിടിച്ച് അവൻ ഓടി വരുന്നു. അവൻ വന്ന് എൻ്റെ കയ്യിൽ ഒരു റോസാപ്പൂവ്. എൻ്റെ പൊന്നച്ഛ, അച്ഛൻ വരുമെന്ന് വിചാരിച്ചില്ലാട്ട ഈ തിരക്കിൻ്റെ ഇടയിൽ. എന്നാലും അച്ഛൻ വന്നല്ല. അച്ഛൻ എങ്ങനെയാ വന്നേ? ബസ്സിനാണോ വന്നേ? കാറിനാണോ വന്നേ? എന്തൊക്കെ ചോദ്യങ്ങളാ. അപ്പൊ എന്നിട്ട് ഒരാളെ വിളിച്ച്, ഒരു രാജാവിനെ, ഇപ്പൊ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കണ്ടിട്ടില്ലേ രാജാക്കന്മാര്, അങ്ങനെ ഒരു രാജാവിനെ വിളിച്ച് അവൻ എന്നെ ഏൽപ്പിച്ച്, ദേ നമ്മുടെ അച്ഛനാണ്, പൊന്നുപോലെ നോക്കിക്കോളണം എല്ലാം പറഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞു, അച്ഛ വിഷമൊന്നും വിചാരിക്കരുത് കേട്ടോ, 100 ആള് വരണ ദിവസമല്ലേ അച്ഛ, ഇയാൾ നോക്കിക്കോളും അച്ഛൻ്റെ കാര്യം. അച്ഛന് വണ്ടി ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, അയാൾ കൊണ്ടാക്കും, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അച്ഛന് വിഷമം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ടോമി, നീ ടെൻഷൻ പിടിക്കാണ്ടിരിക്കും, ഞാൻ ചോറുണ്ട് പൊക്കോളാം. മാമോദിസയ്ക്ക് പോയ ഞാൻ കറക്റ്റ് 5 കൊല്ലം കഴിയുമ്പോൾ വിളിച്ചു ചോദിക്കും, നിന്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാന സ്വീകരണമായ? വീണ്ടും ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഞാൻ വിളിക്കടാ, കൊച്ചിൻ്റെ കല്യാണം വലുതായ? നമുക്ക് ഫുഡ് അടിക്കാനാണ്. അവൻ അത്ര താല്പര്യത്തോടെ നമ്മളെ വിളിച്ചേ. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവനെ, കർത്താവിനെ കാര്യമായിട്ടെടുക്കുന്നവനെയാ കർത്താവ് കാര്യമായിട്ടെടുക്കുക. ദേവാലയത്തിൽ വരുമ്പോഴും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും ദൈവികമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും നിന്റെ തമ്പുരാനെ നീ വളരെ ഗൗരവത്തിൽ എടുക്കണം. അപ്പൊ ദൈവം നിന്നെ കാര്യമായിട്ടെടുക്കും. നീ നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ദൈവം നിന്നെ മഹത്വപ്പെടുത്തും. കർത്താവിനുള്ളതിൽ കുറവ് വരുത്തരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ കോട്ട അവസാനിച്ച് നേരം കുറേയായി.
ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കും പ്രാർത്ഥിച്ച് ധ്യാനിക്കാം. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാ. എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം എന്താണ്? എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? എൻ്റെ വീട്ടിൽ എന്നോടൊത്ത് വസിക്കുന്ന എൻ്റെ തമ്പുരാന് സന്തോഷമാണ്. എൻ്റെ ദൈവത്തെ എൻ്റെ അനുദിന വ്യാപാരങ്ങളിൽ എങ്ങനെയാണ് ഞാൻ മഹത്വപ്പെടുത്തുന്നത്? എൻ്റെ ദൈവത്തെ ഞാൻ കാര്യമായിട്ടെടുക്കുന്നുണ്ടാ? ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ടാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര പാപിയായിരുന്നിട്ടും എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിട്ടും ദൈവം മോശയെ ബലപ്പെടുത്താനുള്ള കാരണം അതാണ്. മോശ കർത്താവിനെ കാര്യമായിട്ടെടുത്ത് അവൻ കർത്താവിനോട് അച്ചിട്ടമായിട്ട് പറഞ്ഞ്, പുറപ്പാട് 3 ഹൊറേബിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു. ദൈവം മോശയോട് പറഞ്ഞ്, നീ ഫറവോയുടെ വീട്ടിൽ ചെല്ലണം, എൻ്റെ ജനത്തെ വിട്ടയക്കാൻ പറയണം. മോശ കട്ടൻട്രി ആയിട്ട് പറയുന്നുണ്ട്, ഐ വോണ്ട് ഗോ, ഞാൻ പോയാൽ ശരിയാവില്ല. ദൈവം ചോദിച്ചു, കാരണം ഒടുക്കത്തെ വിക്കാണ് കർത്താവേ. പിന്നെ വല്ലതുണ്ടാ? കൊലപാതകിയാണ്, ഞാൻ എങ്ങനെ പോവാനാ? ദൈവം മോശയോട് പറയും, കൊലപാതകം നീ കാര്യാക്കണ്ട, കായന്റെ നെറ്റിയിൽ അടയാളം വെച്ചവനാ ഞാൻ നോക്കിക്കോളാം നിന്നെ, ധൈര്യമായിട്ട് പോ മോശെ. പിന്നെ വിക്ക്, അതിപ്പോ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ജന്മന ഉള്ളതാണല്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യും, അഹ്റോൻ എന്ന് പറയുന്നൊരു കൂടപ്പറപ്പില്ലേ, വാ, ആ മുതലിപ്പോൾ വരും. ഓക്കെ, അവൻ്റെ സ്വഭാവം നിനക്കറിയാല, എന്നത് വായ തുറന്ന് അടയ്ക്കാൻ അറിയാൻ പാടില്ല. അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. തൽക്കാലം അവനെ കൂടെ കൂട്ട്. വടി ഉണ്ടല്ലോ കയ്യിൽ, വാ, താഴെയിട്. പാമ്പായത് കണ്ട, വാ. വാലെ പിടിക്ക്, വടിയായത് കണ്ട, വാ. നെഞ്ചത്ത് വെക്കി, കുഷ്ഠം വന്നത് കണ്ട, വാ. മാറ്റി പിടിക്ക്,